കുഞ്ഞിനെ കാണാനില്ല, കുഞ്ഞിനെ നിങ്ങൾ വീട്ടിൽ കാണില്ല, അമ്മ കുഞ്ഞിനോടുള്ള പിണക്ക് മാറ്റിയില്ലേ, കുഞ്ഞിനോട് എന്താ അമ്മ മിണ്ടാത്ത, എന്താ അമ്മ അത് ഞങ്ങൾക്കൊരു വിഷമങ്ങളായി തുടങ്ങി. പക്ഷെ ഫണ്ട് സെറ്റായി വരുന്നുള്ളൂ. അപ്പം അതിൻ്റെ ഇതിലാണ് ഇനിയൊക്കെ ഇന്ന് കല്യാണക്കൂര അടിക്കാൻ വേണ്ടി കല്യാണക്കൂര എത്ര ആൾക്ക് അടിക്കണം, അതിനൊക്കെ ഒരു കണക്കിടണം, കാര്യങ്ങൾ ചെയ്യണം. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടതുപോലെ തന്നെ നന്ദന, അതുപോലെ കുഞ്ഞാൻ, പൊന്നു, കുഞ്ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അറിയുള്ളൂ. നന്ദന ഇവരുടെ എന്താണ് ഉപ്പും മുളകും ലേറ്റ് എന്ന് പറഞ്ഞൊരു ചാനൽ, യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അതുപോലെ പൊന്നു എന്ന് പറഞ്ഞ ആളും ഇതേപോലെ ഒളിച്ചോടി പോയതാണ്. അതുപോലെ ഇപ്പോൾ രണ്ടാമത്തെ മോളും ഒളിച്ചോടിപ്പോയി, വിവാഹം കഴിച്ചു. അത് കല്യാണം ഉറപ്പിച്ച ആളുടെ കൂടെ തന്നെയാണ് പോയി എന്നൊക്കെയാണ് പറയുന്നത്. കല്യാണം ഇതൊക്കെ കഴിഞ്ഞതായിരുന്നു, എന്താ പറയുക, നിശ്ചയമൊക്കെ കഴിഞ്ഞതായിരുന്നു. അപ്പോൾ അടുത്ത മാസം എന്താണ് കല്യാണം. അതുപോലെ തന്നെ നിങ്ങളിതിൽ കണ്ടതുപോലെ തന്നെ ഇവർ വന്നിട്ട് പൈസയില്ല, എന്താണ് പൊന്നുവിൻ്റെ കല്യാണത്തിന്, പൊന്നുവിൻ്റെ അല്ല കുഞ്ഞാൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമുണ്ട്, അത് വിൽക്കണം, അത് വിറ്റാലേ മോളുടെ കല്യാണമൊക്കെ നടത്താൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പ്രാരാബ്ദങ്ങളും കാര്യങ്ങളൊക്കെ പബ്ലിക്കിന് മുമ്പിൽ വന്ന് പറയുന്നത് കേട്ടു. ഇങ്ങനെ നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സൊക്കെ പബ്ലിക്കിൽ വന്ന് പറയുമ്പോൾ അത് കല്യാണം ഉറപ്പിച്ച ഒരു പെൺകുട്ടിയാണ്. അതുപോലെ ആ വീട്ടുകാർക്കും അത് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി ആ വീട് വിറ്റു ഞങ്ങളിൽ നിന്ന് സ്ത്രീധനം വാങ്ങിച്ചാണ് കല്യാണം കഴിച്ചതെന്ന് പറയണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കാം അവർ ചിലപ്പോൾ ഇങ്ങനൊരു ഇതെടുത്തത്. കുഞ്ഞാൻ ഇറങ്ങിപ്പോയി, വിവാഹം കഴിച്ചു, അമ്പലത്തിൽ വെച്ചിട്ട് വീട്ടുകാരെ പോലും അറിയിക്കാതെ, അവളുടെ വീട്ടുകാരെ പോലും അറിയിക്കാതെ വിവാഹം കഴിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാട്ടോ, ഒന്ന് കേട്ട് നോക്കൂ. വണ്ടികളോടെ ഒരു ഘോഷയാത്ര. കുഞ്ഞിനെ കാണാനില്ല, കുഞ്ഞിനെ നിങ്ങൾ വീട്ടിൽ കാണില്ല, അമ്മ കുഞ്ഞിനോടുള്ള പിണക്ക് മാറ്റിയില്ലേ, കുഞ്ഞിനോട് എന്താ അമ്മ മിണ്ടാത്ത, എന്താ അമ്മ അത് ഞങ്ങൾക്കൊരു വിഷമമുണ്ട് എന്നൊക്കെ പറയാം. വിഷമം വെച്ചിങ്ങനെ എന്താ പിണക്ക്, അത് വലിയ പിണക്കൊന്നുമല്ല, എല്ലാ വീട്ടിലുള്ള അമ്മ മക്കളുള്ള പിണക്കം പോലെയുള്ള ഒരു പിണക്ക് തന്നെയാണ്. പക്ഷെ പണ്ട് കുഞ്ഞ് എങ്ങനെയായിരുന്നു വെച്ചാൽ കുഞ്ഞ് പിണങ്ങി കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞ് വന്നിട്ട് മിണ്ടും, ഒരു 1/2-3 മണിക്കൂർ കുഞ്ഞാണ്ട് അമ്മ നാണം കെട്ടിട്ടായിരുന്നു വന്ന് മിണ്ടും, അങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നിട്ട്. പക്ഷെ കുഞ്ഞിനിപ്പോ കുറച്ച് നേരം ഭയങ്കര വാശിക്കാരി, മിണ്ടാൻ കുറച്ച് തരാം. അപ്പൊ ഞാനും മിണ്ടല്ല, ഞാൻ അമ്മയല്ല ഒന്നുമില്ലെങ്കിൽ 2 പ്രാവശ്യം ഉണ്ട്. പണ്ടത്തെ കുഞ്ഞ് ഞങ്ങളുടെ മാത്രം പോളല്ലേ, ഇപ്പൊ സ്റ്റാൻഡ് കൂടിയപ്പോ മക്കളൊക്കെ വലുതായില്ല, അപ്പൊ അതിന്റെ ചില മാറ്റങ്ങളൊക്കെ അവരിലും. ഇവരുടെ എൻഗേജ്മെൻറ്റ് വീഡിയോ എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, എൻഗേജ്മെൻ്റ് ഒക്കെ ഭയങ്കര ഗ്രാൻഡ് ആയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതും മൂത്ത മോളുടെ എന്താണ് ഭർത്താവാണ്, ഹസ്ബൻഡാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരും ഒളിച്ചോടി കല്യാണം കഴിച്ചതാണ്. പിന്നെയാണ് ഇവർ ഒന്നിച്ചതും ഒരുമിച്ചതായതും. അതെന്തോ പുള്ളിക്കാരൻ എന്തോ ക്രിസ്ത്യനും ഇവർ ഹിന്ദു എന്തോ ആണ്. അത് അവളുടെ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം എന്തോ ഒളിച്ചോടിപ്പോയതാണെന്നാണ് പറയുന്നത്. അത് നിശ്ചയം കഴിഞ്ഞ ആളുടെ കൂടെയല്ല, അല്ലാതെ വേറൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നാണ് പറയുന്നത്. എന്തായാലും 2 പേരും ഇപ്പോൾ ഒരു പേരുദോഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇതെന്ന് പറഞ്ഞ് ഇത് പ്രാരാബ്ദങ്ങളൊക്കെ പറഞ്ഞ് അവരെ എന്താ പറയുക, അതിൽ നിന്നും വഴിതെറ്റിച്ച് വിടുകയാണ് ചെയ്തത്. സത്യം പറയുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോസിന് മുമ്പ് വന്നിട്ട് പറയുന്ന സമയത്ത് നമ്മൾക്ക് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ ഭയങ്കര പ്രശ്നം വരും. അങ്ങനെയാണ് ഇപ്പോൾ കുഞ്ഞാൻ്റെ ഇതിലും പറ്റിയിരിക്കുന്നത്. ഇപ്പോൾ 2 മക്കളും ആ ഒരു രീതി തിരഞ്ഞെടുത്തു. അതിന് ഒരുപാട് നെഗറ്റീവ്സ് ഇപ്പോൾ ആ അമ്മയ്ക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അവർ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ കല്യാണം നടത്തണമെന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു നല്ലൊരു എമൗണ്ട് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾക്ക് കൊക്കിന് ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് ചെയ്താൽ മതി. ഒരുപാട് ആർഭാടമായിട്ട് ചെയ്യണമെന്ന് എന്താണ് ഇത്ര വാശി? മൂത്ത മോൾക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇവൾക്ക് ചെയ്യണം എന്നുള്ള ഭയങ്കര വാശിയായിരുന്നു ഇവർക്ക്. അതാണ് ഇങ്ങനെയൊരു ഇത് പറ്റിയത്. ഇവളും ഒളിച്ചോടിപ്പോയി. പല രീതിയിലുള്ള കമൻസും അതുപോലെ വീഡിയോസൊക്കെയാണ് വരുന്നത്. അപ്പോൾ എന്താണ് അതൊക്കെ കേൾക്കേണ്ടി വരുമ്പോഴുള്ള ആ ഒരു അവസ്ഥ, അച്ഛൻ്റെ അമ്മൻ്റെ ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും. ഇവർ പിണക്കത്തിലാണെന്നൊക്കെ കുറച്ച് ദിവസം മുന്നേ പറയുന്നുണ്ടായിരുന്നു. ഇവരുടെ വ്ളോഗുകളിൽ നിന്ന് തന്നെ ഇവർ പറയുന്നത്. ഞാൻ സ്ഥിരമായിട്ട് ഇവരുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഇതിൽ അവർ പറയുന്നുണ്ടായിരുന്നു, ഞാനും കുഞ്ഞാനും ഇപ്പോൾ മിണ്ടാറില്ല, ഞങ്ങൾ ചെറിയൊരു ഒരു പിണക്കത്തിലാണ്. ഇപ്പോൾ ഏതൊരു ഫാമിലി ആണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, അതുപോലെ ഞങ്ങളുടെ ഇതിലുണ്ട്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ എന്താണ് കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ളതൊക്കെ കണ്ടു. ഇപ്പം നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ അങ്ങനെയുള്ള സംസാരങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവർ വ്ളോഗിൽ വന്നിട്ട് ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇവർ വന്ന് പറയും. അതാണ് ഏറ്റവും വലിയൊരു ഇത്. ഇപ്പോൾ ഈ ഒളിച്ചോടിപ്പോയ കാര്യമൊന്നും, കല്യാണം കഴിഞ്ഞ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അത് നാട് മൊത്തം പാട്ടായി എന്ന് തന്നെ പറയാം. എന്താ വെച്ചാൽ ഇത്രയും ഇതായിട്ട് നിൽക്കുന്ന ഒരാൾ
അങ്ങനെ വന്ന് ഇത് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെങ്കിലും സ്പ്രെഡായി പോകും. ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം വരുന്ന കല്യാണ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കൂ. നമ്മൾ ചെയ്യാറുണ്ട് ഇപ്പോഴും. അതെ, നമ്മളിപ്പോ എൻഗേജ്മെന്റ് നടത്തുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. നമ്മള് അത് കല്യാണത്തിനായാലും നമ്മൾ പരമാവധി നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ സഹകരിച്ച് ചെയ്യും. കുറച്ച് ആൾക്കാർ നമ്മളോട് പറഞ്ഞു, ഇപ്പൊ ഈ വസ്തു നിങ്ങൾ വിൽക്കണം, നേരം അവർക്ക് കൊടുത്തുകൂടെ, കുഞ്ഞിന് കൊടുത്തുകൂടെ. നമുക്ക് വസ്തു വിറ്റിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. കുഞ്ഞിന് കൊടുക്ക, ബാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വസ്തു കൊടുത്തോണ്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി അതിന് മാത്രം കൊടുക്കാനോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ. അപ്പൊ നമുക്കിപ്പോ ഫുഡിന്റെ കാര്യമായാലും മണ്ഡപത്തിന്റെ കാര്യങ്ങളായാലും എല്ലാം നമ്മള് ചെയ്യണ്ടേ. അപ്പൊ അത് നമ്മള് വസ്തു വിറ്റിട്ടാണ് ഇപ്പൊ അതിന് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് വസ്തു അങ്ങോട്ട് കൊടുത്തോണ്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ നടക്കില്ല. എന്നാൽ അതല്ല, അങ്ങനെ പറയണവരോട് പ്രത്യേകിച്ച് നല്ല സ്ഥലം അവർക്ക് എഴുതി കൊടുത്തൂടെ, അങ്ങനെ ചോദിക്കണ പലരും. പക്ഷെ അവളുടെ ആഗ്രഹം, അവളുടെ കാര്യം നല്ല ഭംഗി പറയുന്നത് അവളുടെ ആഗ്രഹം. അതിന്റെ പിന്നാലെയാണ് ഞങ്ങളും. അവൾക്ക് എങ്ങനെയാണ് ആഗ്രഹിച്ചത് അതുപോലെ നടത്തി കൊടുക്കാനാണ് ഞങ്ങളും പറ്റണ പോലെ. ഉള്ളതുകൊണ്ട് ഓണം എന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥ ഞങ്ങൾ പറയാം. ഞങ്ങൾ എന്ത് കാര്യം ഇപ്പം കുഞ്ഞിന് വയ്യാണ്ടായിരിക്കും, പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. കാർത്തുമ്മയുടെ ലാസ്റ്റത്തേക്ക് ആക്കാന്ന് വെച്ചാൽ എന്താ വെച്ചാൽ അവളുടെ ബലൂണും കാര്യങ്ങളൊക്കെയാണ് കാർത്തുമ്മയുടെ സ്റ്റേജിലേക്ക് വരിക. പൊന്നിൻ്റെ പിന്നെ പേടിക്കണ്ടല്ലോ, ഫ്ലവറും കാര്യങ്ങളൊക്കെ കാരണം നേരത്തോടുകൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ കാർത്തുമ്മയുടെ ആണ്. അങ്ങനെ സ്റ്റേജ് അടിപൊളി സ്റ്റേജ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഷ്ടമായ അടിപൊളി. ഇവിടെ കുറെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഷെബീന്റെ പരിപാടിയാണ് കേട്ടോ. ആ വയർക്കുള്ളിക്ക് പോയില്ലടാ, ആ നമ്മുടെ പ്രൊജക്ഷന്റെ. നിനക്ക് അത്ര മുടിയില്ല, സ്വന്തം മുടിയില്ല. കുഞ്ചല മാത്രമല്ല ഇഷ്ടം, സ്വന്തം മുടിയില്ല കേട്ടോ. അങ്ങനെ കുഞ്ഞ ഡ്രസ് എങ്ങനെയുണ്ട്? നീ ഡ്രസ് ഇടണ്ടേ? ഡ്രസ് ഇട്ടിട്ടോന്ന് പറയണ്ടേ? പിന്നെ പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് കുഞ്ഞിൻ്റെ മൂക്കുത്തി ഓവറായി എന്നാണ് കേട്ടോ കുറേ ആൾക്കാർ പറയണത്. പക്ഷെ നമ്മൾ പറയട്ടെ, നമുക്ക് നമ്മുടേതായ ഒരു ഇഷ്ടം അല്ല. എനിക്ക് മറ്റുള്ളവരുടെ ഒരു ഇതല്ലാണ്. എന്നെ സംബന്ധിച്ച് കുഞ്ഞൻ എങ്ങനെ വേണം അതേ ലുക്കാണ് എനിക്ക് കുഞ്ഞിന്മേൽ കിട്ടിയത് കേട്ടോ. ഞാൻ പൊന്നിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊന്നു ഇങ്ങനെ കുഞ്ഞിൻ്റെ മുടി കേളിങ് വേണം, ചന്ദന സൂര്യക്കും ഇങ്ങനെ ഒരു ലക്ഷ്മിയൊക്കെ വ്യത്യസ്തമുള്ളൊരു. ഇപ്പം സോഷ്യൽ മീഡിയ മൊത്തം ഈ ഒരു സംസാര രീതികളും ഇതൊക്കെയാണ്. എന്താണ് മോള് ഒളിച്ചോടി പോയതിൻ്റെ ഇതിൻ്റെയൊക്കെ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമ്മളിങ്ങനെ പബ്ലിക്കിന് മുമ്പിൽ, അതും കുറച്ച് റീച്ചായി നിൽക്കുന്ന ഒരു ചാനലാണ്, പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് എന്താണ് ചെറുക്കൻ്റെ വീട്ടുകാരെന്തായാലും ഇതൊന്നും കേട്ടിട്ടിരിക്കില്ല. അപ്പോൾ ഈ മോള് എന്തായാലും നിശ്ചയം കഴിഞ്ഞ സ്ഥിതിക്ക് ഫോൺ കോളും ഇതൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് അവർ സംസാരിക്കും. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ മാറ്റത്തിനുള്ള കാരണം എന്താ മോൾക്ക് 19 വയസ്സ് എന്തേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എടുത്തുചാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇങ്ങനെ എന്തായാലും നമ്മുടെ ഒരു 19-20 വയസ്സ് എന്നൊക്കെ പറയുന്നത് അവരുടെ ആ ഒരു നിർണായക കാലഘട്ടമാണ്, അവരുടെ ആ ഒരു യൂത്താണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് ഇങ്ങനെയുള്ളതൊക്കെ കേൾക്കുന്ന സമയത്ത് ചിലവർ അത് കേട്ട് നിൽക്കത്തില്ല. അവരത് എന്താണെന്ന് വെച്ചാൽ അവരത് തീരുമാനം എടുക്കുക. അങ്ങനെയാണ് ഇപ്പം എന്തായാലും ആ ചെറുക്കൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടാകും, ആ ചെറുക്കനോട് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അവർ തീരുമാനം എടുത്തതായിരിക്കും. അവിടെ ഇറങ്ങിപ്പോയി ഒരു എന്താ പറയുക അമ്പലത്തിൽ വെച്ചിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആണ് കണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ എങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും വന്ന് പറയുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇവർ പറഞ്ഞാൽ ഉള്ളതും ഇപ്പോൾ ഈ വ്ളോഗ് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് തുപ്പിയതും അതായത് എല്ലാം വന്നിട്ട് ഇതിൽ വന്നിട്ട് വീഡിയോയ്ക്ക് മുമ്പിൽ വന്ന് പറയുന്ന സമയത്ത് ഭയങ്കര പ്രശ്നങ്ങളാണ് വരുന്നത്. യൂട്യൂബിലൊക്കെ വന്നിട്ട് ഇങ്ങനെ അത് പബ്ലിക്കിന് മുമ്പിൽ ഇങ്ങനെ പറയുന്ന സമയത്ത് അത് പല രീതിയിലായിരിക്കും ആളുകൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഇങ്ങനെ വന്ന് പറയുമ്പോൾ എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്തിരിക്കും.
ഇരിക്കില്ല. എല്ലാവരും കേൾക്കുന്ന എല്ലാവരും അതുപോലെ തന്നെ ഇപ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാരാണെങ്കിലും അവർ സ്വാഭാവികമായിട്ട് അവർ കരുതുക ഞങ്ങൾ സ്ത്രീധനം വാങ്ങിച്ച് കല്യാണം കഴിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ വീട് വിൽക്കുന്നത്, സ്ഥലം വിൽക്കുന്നത് എന്നല്ല വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാവുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഒന്നും വേണ്ട ഞങ്ങൾക്ക് ആ പെണ്ണിനെ മാത്രം മതി എന്നുള്ളൊരു തീരുമാനത്തിലെടുത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനൊരു കല്യാണം നടന്നത്. അവരുടെ ഒരു വ്ളോഗ് എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ മൂത്ത മോള് പോയ സമയത്ത് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ ഒന്നിക്കുകയും ചെയ്തു. ഷെബിൻ എന്ന് പറഞ്ഞ മൂത്ത മരുമോൻ്റെ വീട്ടുകാർ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. അവർ വേറൊരു വീട്ടിൽ റെൻറ്റിനെന്തോ താമസിക്കുകയാണ്. ആ ഒരു ഇതൊക്കെയാണ് ഞാൻ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. സ്വന്തമാണോ റെൻറ്റിനാണോ എന്നുള്ളത് അറിയില്ല. അപ്പം ഞാനും ഒട്ടുമിക്ക വീഡിയോസുകളൊക്കെ കാണാറുള്ളതാണ്. അപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ ഒരു മാസമായിട്ടാണ് ഞാൻ ഇവരുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നത്. നേരത്തെ ഒന്നും അങ്ങനെ കാണുന്നുണ്ടായിരുന്നില്ല, ഈ ഒരു മാസമായിട്ട്. അപ്പോഴാണ് ഇവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ തന്നെ ഇവർ കുഞ്ഞാനെ പറ്റിയിട്ട് ഇങ്ങനെയുള്ള ഇതൊക്കെ പറയുന്ന സമയത്ത് തന്നെ എനിക്കെന്തോ വല്ലാത്ത ഇറിറ്റേഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു ഇവരിങ്ങനെ പറയുന്ന സമയത്ത്. കാരണം നോക്കുമ്പോൾ അതിനൊക്കെ ഒരു ഫ്രണ്ട്സായിട്ട് ഒരു മാല വേണം, വള വേണം, എല്ലാം ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു മൂക്കുത്തിയുടെ കാര്യത്തിലടക്കം ഞാൻ ആഗ്രഹിച്ച സെയിം കാര്യങ്ങളാണ് എനിക്ക് കിട്ടിയത്. കുഞ്ഞിന് ടെൻഷനാണ്. ഇപ്പോൾ ഒരു കമ്മലായാലും എനിക്ക് ഒരു ദിനം ജിമിക്ക് വേണം, എപ്പോഴും ജിമിക്കല്. അപ്പോൾ അതിനൊരു മാറ്റം വേണം. ക്ലിയർ ചെയ്യാൻ എല്ലാത്തുനിന്നും ഒരു ഞാൻ ഉദ്ദേശിച്ച ലുക്കിലേക്ക് എനിക്ക് കുഞ്ഞിനെ കൊണ്ടാൻ പറ്റി. പിന്നെ പറയാനുള്ളത് കുഞ്ഞ് റെഡ് ഇട്ടതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ എനിക്ക് കുഞ്ഞിൻ്റെ എൻഗേജ്മെൻറ്റ് ലുക്ക് ഇതായിരിക്കണം എന്ന്. പിന്നെ നമ്മുടെ സ്റ്റേജ് ഒരു ഓഫ് വൈറ്റ് ആണ് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഈ റെഡും ഗോൾഡനാണ് ഒരു രാജകീയമായിട്ടുള്ള ഒരു പ്രൗഡ് കിട്ടാൻ. നമുക്ക് നമ്മുടേതായ ഒരു ഇഷ്ടങ്ങളുണ്ടല്ലേ. പിന്നെ ഉള്ളത് എപ്പോഴും കുഞ്ഞ് റെഡ്, പിന്നെ കുഞ്ഞ് നാട്ടുകാരെ മേക്കപ്പ് ചെയ്തപ്പോൾ പിന്നെ അത് കുഞ്ഞിന് ഇഷ്ടമാണ്. കുഞ്ഞ് നാട്ടുകാരെ മേക്കപ്പ് കണ്ടപ്പോൾ കുഞ്ഞ് മേക്കപ്പ് അങ്ങനെ കമൻ്റാണ്. പിന്നെ അമ്മേനെ കാണാൻ സ്വതവ ഭംഗിയായില്ല ഇതായിരുന്നു. ഞാൻ കല്യാണം അതായത് ഈ എൻഗേജ്മെന്റ് കൂട്ടുന്ന അമ്മയാണ്. നമുക്ക് എല്ലാ പോലെ ഡ്രസ്സ് ഇട്ട് ഒരുങ്ങി മറ്റൊരു വീട്ടിലെ ഫംഗ്ഷന് പോകുമ്പോൾ നമുക്ക് റിസ്കുകളില്ല, നമുക്ക് ഇതില്ല. ഇതിപ്പോൾ കാർത്തുമ്പോൾ കരച്ചിലാണ്. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സൊക്കെ നമ്മളിങ്ങനെ വന്ന് പറയുന്ന സമയത്ത് ആരും അത് ചിലപ്പോൾ ഇരിക്കണമെന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ആ മോള് ഒളിച്ചോടിപ്പോയി വിവാഹം കഴിഞ്ഞു എന്ന് തന്നെയാണ്. അത് പേരൻസിന് എത്രമാത്രം ഇതായിരിക്കില്ലേ ആ ഒരു ഇതെന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യം തന്നെയാണ്. നമ്മൾ മക്കളെ വളർത്തുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളത് അപ്പോൾ നമ്മൾ ആകുന്നത് നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സൊക്കെ വന്നിട്ട് പബ്ലിക്കിന് മുമ്പിൽ പറയാതിരിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.